കീം 2024 ഫേസ് 1 അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ പ്രൊവിഷണൽ ലിസ്റ്റ് കേരള CEE ഓഗസ്റ്റ് 7-ാം തീയതി പബ്ലിഷ് ചെയ്തു. 8-ാം തീയതി വൈകുന്നേരത്തോടു കൂടി ഒരുപക്ഷെ രാത്രി ആയേക്കാം ഫൈനൽ ഫേസ് 1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഞാനിവിടെ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസും അലൈഡ് ബ്രാഞ്ചസും കമ്പ്യൂട്ടർ സയൻസിനോട് ചേർന്ന് നിൽക്കുന്ന ബ്രാഞ്ചുകളും സെലക്ട് ചെയ്ത് ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ കോളേജിലാണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് പോയിരിക്കുന്നത് എന്ന് നിങ്ങളോട് പെട്ടെന്നൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. CET 342 തൃശ്ശൂർ, ഇതെല്ലാം കമ്പ്യൂട്ടർ സയൻസാണ് ഞാൻ പറയുന്നത്. കമ്പ്യൂട്ടർ സയൻസിനോട് ചേർന്നിട്ടുള്ള ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകം അതിവിടെ നോട്ട് ചെയ്ത് പറയുന്നതായിരിക്കും. മോഡൽ മെറിറ്റ് ലോ ഫീസ് 1091, TKM 1431, കോതമംഗലം മെയ്സ് മാറത്തനേഷ്യസ് കോളേജ് 1665, KT എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം 2372. നമ്മുടെ മോഡലിൽ കമ്പ്യൂട്ടർ സയൻസ് മെറിറ്റ് ഫുൾ ഫീസ് 2447. പിന്നെ വന്നിരിക്കുന്നത് കണ്ണൂർ, പിന്നെ NSS പാലക്കാട്. മോഡലിലെ CSBS മെറിറ്റ് ലോ ഫീസിൽ 3233 ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ മാറത്തനേഷ്യസ് കോളേജ് മെയ്സിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡാറ്റ സയൻസ് CSDS 3588, SCT പാപ്പനംകോട് 3654 കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. രാജഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി RET 4565, മോഡൽ CSBS മെറിറ്റ് ഫുൾ ഫീസ് 4622. മെയ്സിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലാംഗ്വേജ് 5197. മുത്തൂറ്റ് ചെങ്ങന്നൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ 8027. ഫിസാറ്റ്. പിന്നെ രാജഗിരിയിലെ AIN ഡാറ്റ സയൻസ് 8777. ബാർട്ടൺ ഹില്ലിലെ IT 9252. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടിലെ IT 9432. മുത്തൂറ്റിലെ AINDS ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് 10275. ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇരിഞ്ഞാലക്കുട 10953. LBS കോളേജ് ഫോർ വുമൺ പൂജപ്പുര 11936. അപ്പോൾ ഏകദേശം ടോപ്പായിട്ട് വരുന്ന കമ്പ്യൂട്ടർ സയൻസും അലൈഡ് ബ്രാഞ്ചസിലും കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്തിരിക്കുന്ന ബ്രാഞ്ചുകളുടെ ലാസ്റ്റ് റാങ്കാണ് ഞാനിവിടെ പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞു പോയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു ട്രെൻഡും ഒരു ധാരണ കിട്ടാൻ ആയിട്ട് വളരെ ഉപകരിക്കും. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റുകൾ ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. ഇനി അലോട്ട്മെൻറ്റ് 2 ഞാൻ പറഞ്ഞില്ല, ഇത് ഏകദേശം ഈ പ്രൊവിഷണൽ എന്ന് പറഞ്ഞാൽ പോലും ഇത് തന്നെയായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റായി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കുന്നു, അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ഡേറ്റുകളെല്ലാം നോട്ടിഫിക്കേഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റാങ്കുകളിലെ മാറ്റങ്ങൾ വരുന്നത് കാരണം, കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നത് കാരണം, മറ്റുള്ള ഇപ്പം നീറ്റിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു, അതുപോലെ തന്നെ CUETയുടെ കൗൺസിലിംഗ് നടക്കുന്നു, CSABയുടെ കൗൺസിലിങ്ങിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നിട്ടുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മറ്റുള്ള കോളേജുകളിലേക്ക് കുട്ടികൾ മാറിപ്പോകുന്നത് കൊണ്ട് ഈ റാങ്കുകളിൽ മാറ്റങ്ങൾ വരും ഇനി വരുന്ന അലോട്ട്മെൻറ്റിൽ. അപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ആകുമ്പോഴേക്കും കുറച്ചൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഈ ലാസ്റ്റ് റാങ്കുകളെല്ലാം തന്നെ ചെറിയ തോതിൽ താഴേക്ക് പോവുകയും ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ഹയർ ഓപ്ഷൻസിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും അലോട്ട്മെൻറ്റുകളിൽ കാണാവുന്നതാണ്.